നമസ്കാരം. നാട്ടിലെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് വിദേശത്തേക്ക് മടങ്ങാനിരുന്ന ദമ്പതികളെ വീടിനുള്ളിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തി. കൊല്ലം കടയ്ക്കൽ അഞ്ചുമുക്ക് സ്വദേശികളായ സുഗതൻ, ഭാര്യ ലത എന്നിവരാണ് മരിച്ചത്. ഇന്ന് വിദേശത്തേക്ക് പോകാനിരിക്കവെയാണ് ഇരുവരുടെയും മരണം സംഭവിച്ചത്. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്ന ഇരുവരും ഈ അടുത്താണ് നാട്ടിലേക്ക് എത്തിയത്. ഇവരുടെ മകൻ കഴിഞ്ഞ ദിവസമാണ് ഗൾഫിലേക്ക് തിരികെ പോയത്. ഇന്ന് രാവിലെ ബന്ധുവായ യുവാവ് ഇവർക്കായി ആഹാരവുമായി എത്തിയപ്പോഴാണ് സംഭവം പുറലോകം അറിയുന്നത്. വീടിന്റെ മുൻവാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഗതനെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും ലതയെ കട്ടിലുമായാണ് കണ്ടെത്തിയത്. മരണകാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കടയ്ക്കൽ പോലീസ് സ്ഥലത്തെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. ഏറെക്കാലമായി വിദേശത്തായിരുന്നിട്ടും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ദമ്പതികളുടെ പെട്ടെന്നുള്ള മരണം അഞ്ചുമുക്ക് പ്രദേശവാസികളെ ഒന്നടങ്കം വലിയ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്. കൊല്ലം കടയ്ക്കലിൽ പ്രവാസി ദമ്പതികളുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിനപ്പുറം എല്ലാ വശങ്ങളും പരിശോധിക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ കടയ്ക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരിച്ച ലതയുടെ ശരീരത്തിൽ ബാഹ്യമായ പരിക്കുകളോ മറ്റ് അടയാളങ്ങളോ ഇല്ലെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമാകുന്നത്. കിടപ്പുമുറിയിൽ കവിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ലതയുടെ മൃതദേഹം. അതുകൊണ്ട് തന്നെ ലതയുടെ മരണകാരണം വിഷമുള്ളിൽ ചെന്നതാണോ അതോ ശ്വാസം മുട്ടിയതാണോ എന്ന് കണ്ടെത്തുവാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സർജൻമാരും അടങ്ങുന്ന സംഘം സംഭവസ്ഥലത്ത് നിന്ന് നിർണായക തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ദമ്പതികളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരണത്തിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ ഇവർ ആരെങ്കിലുമായി സംസാരിച്ചിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിരുന്നോ എന്നറിയുവാൻ ഇവരുടെ കോൾ റെക്കോർഡുകളും സന്ദേശങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിശദമായി പരിശോധിച്ചു വരികയാണ്. വർഷങ്ങളായി ഗൾഫിൽ സ്ഥിരതാമസമാക്കിയ ഇവർക്ക് നാട്ടിൽ ശത്രുക്കളോ സാമ്പത്തിക ബാധ്യതകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളും അയൽവാസികളും നൽകുന്ന വിവരം. ബന്ധുക്കളോട് യാത്ര പറഞ്ഞു മടങ്ങാനിരുന്ന ദിവസമുണ്ടായ ഈ ദാരുണ സംഭവം നാട്ടുകാരെ ഇപ്പോഴും വലിയ അമ്പരപ്പിലാണ് നിർത്തിയിട്ടുള്ളത്. ദുരൂഹതകൾ നീക്കാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. സുഗതനെ തൂങ്ങി മരിച്ച നിലയിലും ലത കട്ടിലിൽ കവിഴ്ന്നു കിടക്കുന്ന നിലയിലുമായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടും ഇവരുമായി ബന്ധുക്കൾ സംസാരിച്ചിരുന്നു എന്നാണ് വിവരം. രാവിലെ ഇവർക്ക് ഭക്ഷണവുമായി എത്തിയ ബന്ധുവാണ് ഇത്തരത്തിൽ വാതിൽ തട്ടി വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാക്കുന്നതിനെ തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്തേക്ക് കടന്നത്. തുടർന്നായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയതും. സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലും ഇവർക്കുള്ളതായി സൂചനയില്ല. ഒരു മകനും മകളുമാണ് ഇവർക്കുള്ളത്. ഇവർ ഇരുവരും വിദേശത്താണുള്ളത്. എന്തായാലും വിദേശത്തേക്ക് തിരിച്ചു പോകുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ദമ്പതികൾ ഇത്തരമൊരു തീവ്രമായ തീരുമാനത്തിലേക്ക് പോകാൻ എന്താണ് പ്രകോപനമായതെന്ന ചോദ്യമാണ് ഇപ്പോൾ പോലീസിനെ കുഴയ്ക്കുന്നത്. വിദേശത്തായിരുന്ന സുഗതൻ നാട്ടിലെത്തിയിട്ട് കേവലം 3 ദിവസങ്ങൾ മാത്രമാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിൽ വെച്ച് എന്തെങ്കിലും തർക്കങ്ങളോ മാനസിക പ്രയാസങ്ങളോ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ലതയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് പുറമെ ദമ്പതികളുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും നിർണായകമാകും. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ രീതിയിൽ വിഷവസ്തുക്കളുടെയോ മരുന്നുകളുടെയോ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തുവാൻ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീടിനുള്ളിൽ വിശദമായി പരിശോധന നടത്തുകയാണ്. ദമ്പതികളുടെ മകൻ കഴിഞ്ഞ ദിവസമാണ് വിദേശത്തേക്ക് മടങ്ങിയത്. ഈ ഒരു സമയത്ത് വീട്ടിൽ അസ്വാഭാവികമായി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന. അതേസമയം ഈ ദമ്പതികൾക്ക് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായതോടെ വ്യക്തിപരമായ കുടുംബപരമായോ ഉള്ള എന്തെങ്കിലും രഹസ്യ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലെന്ന സംശയവും ശക്തമാണ്. പോലീസ് അയൽവാസികളുടെയും അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തുവാൻ ആരംഭിച്ചിട്ടുണ്ട്.